ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റൂത്ത് ആമുഖം. യഹൂദ വംശജയല്ലാത്തവളും മൊവാബിയുമായ റൂത്തിൻ്റെ പേരിൽ പഴയ നിയമത്തിലെ ഒരു പുസ്തകം അറിയപ്പെടുക അസാധാരണമാണ്. സുഹൃദിനിയും വിശ്വസ്തയുമായ റൂത്തിനെ ഇസ്രായേലിൻ്റെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിച്ചു. ഒരിക്കൽ ഇസ്രായേൽ ദേശത്തെ ബെത്ലഹേമിൽ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ എലീമേലെക്ക് എന്ന യുവാവ് തൻ്റെ കുടുംബവുമായി അയൽദേശമായ മൊവാബിലേക്ക് താമസം മാറി. അദ്ദേഹത്തിൻ്റെ ഭാര്യ നവോമിയും മക്കൾ മഹ്ലോൻ, കിലിയോൻ എന്നിവരുമായിരുന്നു. മൊവാബിലെത്തി അധികകാലം കഴിയുന്നതിന് മുമ്പേ എലീമേലെക്ക് മരിച്ചു. പിന്നീട് കുറച്ചു നാളുകൾക്ക് ശേഷം മക്കൾ മൊവാബ്യൻ സ്ത്രീകളെ വിവാഹം കഴിച്ചു. മഹ്ലോൻ റൂത്ത് എന്ന യുവതിയെയും കിലിയോൻ ഓർഫ എന്ന യുവതിയെയുമാണ് വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് അധികനാൾ കഴിയുന്നതിന് മുമ്പേ മഹ്ലോനും കിലിയോനും മരിച്ചു. അങ്ങനെ സ്വന്തം ഭർത്താവും 2 ആൺമക്കളും മരിച്ച നവോമി സ്വന്തം നാടായ ബെത്ലഹേമിലേക്ക് തിരിച്ചു പോകുവാൻ തീരുമാനിച്ചു. ദുഃഖിതയായ നവോമി തൻ്റെ 2 മരുമക്കളെയും വിളിച്ചിട്ട് താൻ ബെത്ലഹേമിലേക്ക് മടങ്ങുകയാണെന്നും നിങ്ങൾ സ്വന്തം ഭവനങ്ങളിലേക്ക് മടങ്ങണമെന്നും പുതിയൊരു ജീവിതം തിരഞ്ഞെടുക്കണമെന്നും മാതാപിതാക്കളോടും ഭർത്താവിനോടും ഒപ്പം സന്തോഷകരമായ ഒരു ജീവിതം നയിക്കണമെന്നും പറഞ്ഞു. ഓർഫ എന്ന മരുമകൾ സ്വന്തം ഭവനമായ മൊവാബിലേക്ക് യാത്ര തിരിച്ചു. എന്നാൽ റൂത്ത് തിരിച്ചു പോകുവാൻ തയ്യാറായില്ല. അവൾ തൻ്റെ അമ്മായിയമ്മയോട് കൂടി ജീവിക്കുവാൻ തീരുമാനിച്ചു. നവോമി നിർബന്ധിച്ചപ്പോൾ, നീ പോകുന്നിടത്ത് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചെടുക്കപ്പെടും എന്ന് അവൾ പറഞ്ഞു. അങ്ങനെ അവർ ബെത്ലഹേമിലേക്ക് യാത്ര തിരിച്ചു. അവിടെ എത്തിയ അവർ വളരെ ദാരിദ്ര്യത്തിലായിരുന്നു കഴിഞ്ഞത്. അക്കാലത്ത് ബെത്ലഹേമിൽ യവക്കൊയ്ത്തിൻ്റെ കാലമായിരുന്നു. അങ്ങനെ വിളവെടുപ്പ് കാലത്ത് പാടത്ത് അവശേഷിക്കുന്ന കതിരുകൾ പെറുക്കാനായി പുറപ്പെട്ടു. ധനികനും കാരുണ്യവാനുമായിരുന്ന ബോവാസിൻ്റെ കൃഷിയിടത്തിലായിരുന്നു റൂത്ത് കതിരുകൾ ശേഖരിക്കാനായി എത്തിയത്. ബോവാസ് നവോമിയുടെ ഒരു ബന്ധുവായിരുന്നു. തൻ്റെ പണിക്കാരിൽ നിന്നും റൂത്തിനെപ്പറ്റി അറിഞ്ഞ ബോവാസിന് റൂത്തിനോട് അനുകമ്പ തോന്നി. സ്വദേശത്തെയും മാതൃഭവനത്തെയും വിട്ട് അമ്മായിയമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന റൂത്തിനോട് കരുണ തോന്നിയ ബോവാസ് അവളെ തൻ്റെ കൃഷിയിടത്തു നിന്നും എത്ര വേണമെങ്കിലും കതിരുകൾ പെറുക്കുവാൻ അനുവദിക്കുകയും പണിക്കാരോട് അവളെ തടയരുതെന്ന് കൽപ്പിക്കുകയും ചെയ്തു. തന്നോട് ഇത്രയധികം കരുണ കാണിച്ച ബോവാസിനോട് റൂത്ത് നന്ദി പറഞ്ഞു. കാരുണ്യവാനായ ദൈവത്തിന് മുമ്പിൽ അവൾ തലകുനിച്ചു. പിന്നീട് റൂത്തിൻ്റെ ആത്മാർത്ഥതയിലും സൽസ്വഭാവത്തിലും കടുത്ത ദൈവവിശ്വാസത്തിലും ആകൃഷ്ടനായ ബോവാസ് റൂത്തിനെ യഹൂദ നിയമപ്രകാരം വിവാഹം കഴിച്ചു. അവർക്ക് ഒരു പുത്രനുണ്ടായി. ഒബേദ് എന്നായിരുന്നു അവൻ്റെ പേര്. പിൽക്കാലത്ത് അവൾ യേശുക്രിസ്തുവിൻ്റെ വംശപരമ്പരയിലെ ഒരു പ്രധാന സ്ത്രീയായി മാറി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്ന നിങ്ങളെ ഈശോ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.